ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1378 ദിവസമായ ഇന്ന് 2025 ഫെബ്രുവരി മാസം 21 തീയതി വെള്ളിയാഴ്ച. 1200 ആണ്ട് കുംഭമാസം 9 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഗുരുജനങ്ങൾ നവദമ്പതികളോട് സ്നേഹമുള്ളവരായിരിക്കണം. പുതിയ ഭാര്യാഭർത്താക്കന്മാരുടെ ദുസ്വാതന്ത്ര്യത്തെ വീട്ടുകാർ തടയേണ്ടതാണ്. അച്ഛനമ്മമാർ അന്യോന്യ ക്ലേശകാരികളാണെങ്കിൽ ഗൃഹം ഐശ്വര്യസമ്പൂർണമാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1925 മാർച്ച് 12 തീയതിയാണ് മഹാത്മജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. AK ഗോവിന്ദദാസ് എന്ന ശ്രീനാരായണ ഭക്തൻ്റെ വക കെട്ടിടം സന്ദർശനത്തിനു വേണ്ടി ഗാന്ധി ആശ്രമമാക്കി. പരിസരം മുഴുവനും വെള്ളമണൽ വിരിച്ച് വൃത്തിയാക്കിയിരുന്നു. ഗുരു നേരത്തെ തന്നെ അവിടെ എത്തി ഗാന്ധിജിയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. കൃത്യം 3:30 മണിക്ക് ഗാന്ധിജി കാറിൽ സി രാജഗോപാലാചാരിയോടൊപ്പം വന്നിറങ്ങി. ഒരൊറ്റ ഖദർമുണ്ടായിരുന്നു ഗാന്ധിജിയുടെ വേഷം. ആശ്രമത്തിൻ്റെ മുൻവശത്തിറങ്ങി നിന്നിരുന്ന ഗുരു 2 കൈകളും നീട്ടി മഹാത്മജിയെ സ്വീകരിച്ചു. ഹാളിനുള്ളിൽ ഖദർ വിരിപ്പിട്ട പുൽപ്പായയിലാണ് എല്ലാവരും ഇരുന്നത്. സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത് N. കുമാരനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ അറിയില്ല അല്ലേ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. മഹാത്മജിക്ക് സംസ്കൃതം അറിയാമോ എന്നൊരു മറുചോദ്യവും ഗുരുവിൽ നിന്നുണ്ടായി. ഇല്ല എന്നായിരുന്നു മറുപടി. തുടർന്ന് അയിത്തം, വൈക്കം സത്യാഗ്രഹം, മതപരിവർത്തനം, സ്വാതന്ത്ര്യം, ജാതി വ്യവസ്ഥ തുടങ്ങി പല വിഷയങ്ങളെപ്പറ്റി അവർ തമ്മിൽ സംസാരിച്ചു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.